ദൈവത്തിൻ്റെ ദീപരിചിതമായ നാമം ഈ പകലിൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ തിരുസന്ധിയിൽ കൃത്യമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് വരുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മളെ സഹായിച്ച പരിപാലിച്ച വഴി നടത്തിയ ദൈവത്തിന്റെ സ്നേഹം, വിശ്വസത, ആഴം എത്രയെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് അർപ്പിക്കേണ്ട എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിക്കാൻ ഇന്ന് പകലും ദൈവം നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകർമ്മം കൽപ്പിച്ച പ്രാർത്ഥനയോട് നമുക്ക് ദിവസത്തിലായിരിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക പരിപാലനം വാസ്തവമായിട്ട് അനുഭവിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വിധങ്ങൾ എത്ര വലുതാണെന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് മാത്രമേ ദൈവസ്തുതി നമ്മൾ ഇരിക്കാവൂ. അത്രമാത്രമാണ് ദൈവം നടത്തിയ വിധങ്ങൾ, ചെയ്ത ഉപകാരങ്ങൾ. പലതും ഓർത്താലും ഗണ്യമാക്കാതെ പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഒരിക്കലും അങ്ങനെ ആകരുത്. എൻ്റെ ഒരു ശ്വാസം പോലും ദൈവത്തിൻ്റെതാണ്. അത് ഒരു നിമിഷം നിലച്ചു പോയാൽ എനിക്ക് കാലൊന്നും നിൽക്കാൻ കഴിയത്തില്ല. പിടച്ച് താഴെ വീണ് പിന്നത്തെ അവസ്ഥ ഭയാനകമാണ്. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവെ എന്നെ നിലനിർത്തുന്ന നടത്തുന്ന വിധങ്ങൾക്കായി വഴികൾക്കായി ഞാൻ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് വേഗത്തിൽ വായിച്ച സങ്കീർത്തനങ്ങൾക്ക് പ്രവേശനം നേടിച്ചതൊക്കെ ദൈവമക്കൾ പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൃത്യദാസന്മാർ പിന്നാലെ ദൈവജനം സംസാരിക്കേണ്ടത് കൊണ്ട് ഒരു ദീർഘ പ്രഭാഷണത്തിന് മുതലാതെ വാക്കുകൾ പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തിലേക്ക് ദൈവമക്കൾ ക്ഷണിക്കുന്നു. അതിൻ്റെ ഒരു വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. അതിൻ്റെ 8ാമത്തെ വാക്യം പ്രാരംഭത്തിൽ നമുക്ക് വായിക്കാം. പ്രാർത്ഥനയിൽ പാട്ടിൽ സങ്കീർത്തനത്തിൽ ഭക്തൻ പ്രകാരം പറഞ്ഞു, യഹോവേ, നീ നിന്റെ ബലത്തിൻ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. 1ാം വാക്യം കൂടെ വായിച്ചേട്ടെ. അതെ, ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതായിട്ട് പറയപ്പെടുന്നു. അവിടെ താൻ പറയുമ്പോൾ യഹോവേ ദാവീദിനെയും അവന്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. ദാവീദിന്റെ കഷ്ടത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജനനം മുതൽ അനവധി കഷ്ടതകളൊക്കെ കടന്നുപോയി. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ ആ കഷ്ടതയല്ല താൻ ഉദ്ദേശിക്കുന്നത്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ വായിക്കാമെങ്കിൽ അതിന്റെ ഒരു അല്പം കൂടെ ഒരു വ്യക്തത നമുക്കുണ്ടാകും. ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിനെ സ്വസ്ഥത നൽകിയ ശേഷം രാജാവിന്റെ അരമനയിൽ വസിക്കുന്നതിന് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരുക്കളുടെ അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരസ്കരിക്കാമെന്ന് നാഥാൻ രാജാവിനോട് ഈ ചെന്നത് പറഞ്ഞൊരു കാര്യം, തന്റെ ചുറ്റുമുള്ള ശത്രുക്കളെ ദൈവം കീഴടക്കി തനിക്ക് സ്വസ്ഥത നൽകി. താൻ ഇപ്പോൾ അരമനയിൽ പാർക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് പൊതിഞ്ഞു നിൽക്കുന്നു. വേദചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ സങ്കീർത്തനം ഈ പശ്ചാത്തലത്തിലാണ് ദാവീദ് ഇത് പാടുന്നത്. നമുക്കറിയാം, തന്റെ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹം ദൈവത്തിന് വേണ്ടി ഒരു ദേവാലയം പണിയണം, അത് ഏറ്റവും മനോഹരമാകണം. അതിനുവേണ്ടി ദാവീദ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നമ്മൾ വായിച്ചപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വേണ്ട മുഴുവൻ കാര്യങ്ങളും വട്ടം കൂട്ടി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ക്രമീകരിച്ചു. തനിക്ക് അതിന് സാമ്പത്തികം താൻ ഒരുക്കി വെച്ചു. അതിനു വേണ്ട ജോലിക്കാരെ കംപ്ലീറ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ദാവീദ് നീ പണിയരുത്. ഈ പശ്ചാത്തലത്തിൽ താൻ പാടുമ്പോൾ തന്റെ കഷ്ടത എന്ന് പറയുന്നത് മാനസികമായി താൻ നേരിടുന്ന ഒരു വ്യഥ, ഞാൻ സൗകര്യത്തിൽ കഴിയുന്നു, ആലയം അധോഗതിയിലായിരിക്കും. ഈ മാനസിക അവസ്ഥയിലാണ് താൻ പറയുന്നത് ദാവീദിന്റെ കഷ്ടത. ദാവീദിന്റെ കഷ്ടത എന്ന് പറയുന്നത് ആ കാട്ടിലൂടെ ഓടിയതല്ല, അതൊരു കഷ്ടതയല്ല, അതിനെ താൻ സന്തോഷം വേണ്ട കാണുന്നു. എന്നാൽ തനിക്ക് ദൈവസന്നിധിയിൽ ആലയത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയാതിരുന്ന ആ സാഹചര്യമാണ് തന്റെ കഷ്ടത. താൻ പറയണം, ദൈവമേ, ആ വാക്യം ഒന്ന് വായിച്ചത്, ദാവീദിന്റെ
കഷ്ടത ഓർക്കണം. അടുത്ത വാക്യത്തിൽ വായിച്ചോളൂ. അവൻ യഹോവയോട് സത്യം ചെയ്തു, യാക്കോബിന്റെ വല്ലഭനെ നേർന്നത് എന്തെന്നാൽ ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭനെ ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാരത്തിൽ കിടക്കിയില്ല, എന്റെ ശരീരം കയറി കിടക്കിയില്ല, ഞാൻ എന്റെ കണ്ണിന് ഉറക്കവും എന്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. അതിന്റെ കഷ്ടതയാണ് ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവനാമം എന്നിലൂടെ മഹിമപ്പെടാൻ കഴിയാത്തതാണ് വാസ്തവത്തിൽ ഒരു ഭക്തന്റെ കഷ്ടത എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ആർക്കാ പനി വരാത്ത, ആർക്കാ രോഗം വരാത്ത? ലോകത്തിൽ മനുഷ്യനായി ജനിച്ചോ ഈ ലോകത്തിന്റെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരും. അത് ദൈവത്തെ വിളിക്കുന്നവനും വിളിക്കാത്തവനും വരും. അതിനെ ഒരു കഷ്ടതയായി നമുക്ക് കാണാൻ കഴിയത്തില്ല. അത് കഷ്ടതയാണ്. പക്ഷെ അതല്ല ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത. ആത്മീയ വിഷയത്തിൽ എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ അതായിരിക്കണം എന്റെ കഷ്ടത. എന്നോട് പറയുന്നത് എന്റെ നടുവേദനയോ എന്റെ പനിയോ എന്റെ ശാരീരിക അവസ്ഥകളോ ഇന്ന് ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരിക മാനസിക ഭൗതിക മേഖലകൾ ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളല്ല എന്റെ ഏറ്റവും വലിയ കഷ്ടത എന്ന് പറയുന്നത്. ആത്മീയമായി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഒരു കഷ്ടതയായിട്ട് കാണും. അതാണ് യഥാർത്ഥ ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലനൊക്കെ സഹിച്ച കഷ്ടത നമുക്കറിയാം. അതിന്റെ അംശമോ നമുക്കൊന്നും അത് പറയാൻ പറ്റത്തില്ല, നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. ആ കഷ്ടതയെ നോക്കിക്കൊണ്ട് ഭക്തൻ പറയുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം. ആ കഷ്ടത നൊടി നേരത്തേക്കേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത് നൊടി നേരത്തേക്ക്, ഞാൻ വീണ്ടും ആ ഭാഗം ആവർത്തിച്ച് പറയുന്നു, ആത്മീയ വിഷയത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതായിരിക്കണം ഒരു ഭക്തന്റെ കഷ്ടത എന്ന് പറയുന്നത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആ കഷ്ടത താൻ പറയാണ്, ആലയത്തിൽ എനിക്ക് ആലയം പണിയണം, മാത്രമല്ല പെട്ടകം കൊണ്ടുവന്ന് ആലയത്തിൽ വെക്കണം. ഈ സാഹചര്യത്തിൽ താൻ പാടിയ പാട്ട്, ദേവാലയ പ്രതിഷ്ഠാ സമയത്ത് ശലോമോൻ ഈ പാട്ട് വീണ്ടും പാടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 ദിനവൃത്താന്തങ്ങളെ ഒന്നാട്ട് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം ഒന്ന് വെച്ചോളൂ. 2 ദിനവൃത്താന്തങ്ങൾ. നിന്റെ ബലത്തിന്റെ പെട്ടകവും നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. ആലയ പ്രതിഷ്ഠ 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ അതും കൂടെ വ്യക്തമാകും. താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറഞ്ഞ വാക്കുകളാണ്. ശലോമോൻ 5 മുഴം നീളം 5 മുഴം വീതിയും 3 മുഴം ഉയരവുമായിട്ട് താമരം കൊണ്ട് ഒരു പീഠം ഉണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു. അവൻ അതിൽ കയറി നിന്ന് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്ക് മുൻപാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, അതെ, മുട്ടുകുത്തി കൈമലർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ശലോമോൻ ആ പ്രാർത്ഥനയിൽ ഈ വാക്കെടുത്ത് ധരിച്ചു, നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി കർത്താവേ നീ ഒന്ന് കടന്നു വരണം. അങ്ങനെങ്കിൽ പെട്ടകം നമുക്കറിയാം ഏറെക്കാലം യെരൂശലേമിൽ നിന്ന് അകന്നു നിന്നൊരു കാലഘട്ടം. പശ്ചാത്തലങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കാതെ വേഗത്തിൽ പോവുകയാണ്. ഫിലിസ്തീനുമായി ഉണ്ടായ യുദ്ധത്തിൽ ഏലിയുടെ മക്കൾ പട്ടുപോയി വാർത്ത കേട്ട് ഏലി മരിക്കുന്നു, പെട്ടകം പിടിപെട്ടു പോകുന്നു. 20 വർഷത്തോളം കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ ഈ പെട്ടകം ഇരിക്കുന്നു. 20 വർഷം വീട്ടിലിരുന്നിട്ടും ആ വീടിന് പ്രത്യേകിച്ച് അനുഗ്രഹം ഉണ്ടായതായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. മാത്രവുമല്ല 20 വർഷം കഴിഞ്ഞ് ഈ പെട്ടകം മടങ്ങിക്കൊണ്ട് വരുന്ന വഴിയിൽ അബീനാദാബിന്റെ ഒരു മകൻ ഉസ്സ കൊല്ലപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ മരണം സംഭവിച്ചപ്പോൾ ദാവീദ് ഭയപ്പെട്ട് തൊട്ടടുത്ത് കണ്ട വീട് ഓബേദെദോമിന്റെ വീട്, ആ വീട്ടിലേക്ക് ഈ പെട്ടകം കയറ്റി വെച്ചു. 3 മാസം ഓബേദെദോമിന്റെ വീട്ടിൽ ഈ പെട്ടകം വരുന്നപ്പോൾ ഓബേദെദോമും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ദാവീദ് പറഞ്ഞു, പെട്ടകം അവിടെ ഇരുന്നാൽ പറ്റത്തില്ല, നമുക്ക് ദേവാലയത്തിൽ യെരൂശലേമിൽ കൊണ്ടുവരണം. അങ്ങനെ യെരൂശലേമിലേക്ക് ഈ പെട്ടകത്തെ കൊണ്ടുവന്നു. ഞാൻ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, പെട്ടകം ഉണ്ടെങ്കിൽ അനുഗ്രഹമാണ്. പെട്ടകം യെരൂശലേമിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം. മാത്രവുമല്ല ശൗലിന്റെ കാലത്ത് ഈ പെട്ടകത്തിന് അവർ വലിയ പ്രാധാന്യം കൊടുത്തില്ല. 40 വർഷം ഇസ്രായേലിനെ ഭരിച്ച ഇസ്രായേലിലെ 1ാമത്തെ രാജാവായ ശൗലിന്റെ കാലത്ത്
ഈ പെട്ടകത്തിന് പ്രാധാന്യം കൊടുക്കാത്തതിന്റെ തിക്തഫലം നമുക്കറിയാം. ശൗലിന്റെ കാലത്തെ യുദ്ധങ്ങളിൽ പലപ്പോഴും ശൗൽ പരാജയപ്പെടുന്നു. അവസാനം താൻ തന്നെ ഒരു യുദ്ധത്തിൽ സ്വയം മരിക്കുന്ന ചരിത്രം, വാർത്തകളൊക്കെ നമുക്കറിയാം. ഒരു വാക്യം കൂടി ഞാൻ വേഗത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തങ്ങൾ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം കൂടെ വായിച്ചാട്ട്, ഈ പെട്ടകത്തിന് ശൗൽ പ്രാധാന്യം കൊടുത്തില്ല. വായിച്ചോളൂ. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ല. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ല, അതിന് പ്രാധാന്യം കൊടുത്തില്ല. അതിന്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. എന്നാൽ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. ശൗലിന്റെ കാലത്ത് പ്രാധാന്യം കൊടുക്കാത്ത പെട്ടകം, ആ പെട്ടകം അബീനാദാമിന്റെ വീട്ടിലെത്തിയപ്പോൾ അവരും പ്രാധാന്യം കൊടുത്തില്ല. അതിന്റെ നഷ്ടം ആ കുടുംബത്തിന് സംഭവിച്ചു. എന്നാൽ ഈ പെട്ടകത്തിന് പ്രാധാന്യം കൊടുത്ത ഓബേദ്-ഏദോമിന്റെ കുടുംബത്തിനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് പകൽ ദൈവമക്കളെ, ഇടയ്ക്ക് കയറിയെന്ന് പറഞ്ഞോട്ടെ, പെട്ടകം കർത്താവിന് നരുത, ദൈവ സാന്നിധ്യത്തിന്റെ നരുത. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതുമാണ് ദൈവത്തിന്റെ പെട്ടകം. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതുമാണ്. ദൈവത്തിന്, കർത്താവിന് പ്രാധാന്യം ആരൊക്കെ കൊടുക്കുമോ അവിടെയൊക്കെ ദൈവത്തിന് അനുഗ്രഹമാണ്. ഞാൻ പ്രാധാന്യം കൊടുക്കാതെ, ഞാൻ ഇതിനകത്തായി പെട്ടകം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സാധാ മട്ടിൽ ഞാൻ മുന്നോട്ട് പോയാൽ നാളുകളിൽ അനുഗ്രഹം കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ദുരന്തങ്ങൾ നേരിടാനും സാധ്യതകൾ ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. 20 വർഷം ആ വീട്ടിൽ ഇരുന്നതിന്റെ നേട്ടം തന്നോട് ചോദിച്ചാൽ പറയും, എന്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു. എന്നാൽ ഓബേദ്-ഏദോമിനോട് ചോദിച്ചേ, 3 മാസം പെട്ടകം വരുന്നിട്ട് നിനക്കുണ്ടായ നേട്ടം എന്താണ്? തനിക്ക് പറയാൻ കഴിയും, എന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. മാത്രമല്ല, ദാവീദ് ഇതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം കൂടെ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ പെട്ടകത്തിന് എന്തുകൊണ്ട് പ്രാധാന്യമുണ്ട്? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. അതിൽ പൊന്നുകൊണ്ടുള്ള തൂമ്പ് കളിച്ചു, മുഴുവനും പൊന്നു പൊതിച്ച വീപ്പപ്പെട്ടവും അതിനകത്ത് മണ്ണ ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വഴിയും ദൈവത്തിന്റെ കൽപ്പനകളും അതിന് പിന്നെ കൃപാസനത്തെയും കൊടുത്ത തേജസ്സിന്റെ പെരുവുകളും ഉണ്ടായിരുന്നു. മതി. നമുക്കറിയാം, സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഈ പെട്ടകം വെച്ചപ്പോൾ ഈ പെട്ടകത്തിനകത്തുള്ള 3 കാര്യങ്ങൾ: മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്ത വഴി, നിയമത്തിന്റെ കൽപ്പനകൾ അഥവാ ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതിയ നിയമത്തിന്റെ കൽപ്പലകകൾ ഈ പെട്ടകത്തിനകത്തുണ്ട്. തീർന്നില്ല, അടുത്ത വായിക്കുന്നത് ഇതിനെ മൂടുന്ന ദൈവത്തിന്റെ തേജസ്. അങ്ങനെയെങ്കിൽ ഈ പെട്ടകം ഇരിക്കുന്നിടത്ത് ദൈവ തേജസ്സുണ്ട്. അങ്ങനെ വേണ്ടി ഞാൻ പറഞ്ഞോട്ടെ, ഈ പെട്ടകം ഭക്തിയോട്, വിശുദ്ധിയോട്, ദൈവകൃപയോട് ആ യേശുവിനെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് എൻ്റെ വീട്ടിൽ യേശു പാർക്കുമ്പോൾ അതിൻ്റെതായ ബഹുമാനം കൊടുത്താൽ ആ എൻ്റെ ഭവനം തേജസ് കൊണ്ട് നിറയും. ഈ ദിവസം ദൈവങ്ങൾ തിരിച്ചറിയണം, ഈ തേജസ് കൊണ്ട് നിറഞ്ഞ ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ തീരണം. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെട്ട ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ തീരണം. ആ അബീനാദാബിനെ പോലെ പെട്ടകം അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഞാനും വിശ്വാസത്തിൽ വന്നു, പാരമ്പര്യം പലതും പറവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒരു പരുവത്തിന് പൊക്കോളാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കിട്ടത്തില്ല. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അനുഗ്രഹം പ്രാപിച്ച ഒരു കുടുംബമാണ് ഓബേദ്-ഏദോമിന്റെ കുടുംബമെങ്കിൽ ഈ ദിവസം ദൈവമക്കളെ പറ, എന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്താൽ എന്നെ ഉയർത്തുന്ന ദൈവമായ എന്റെ ദൈവം. യെസ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പെട്ടകം അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം നൽകുന്ന അനുഗ്രഹങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ആക്ച്വലി ഒരു പെട്ടകം നമ്മുടെ മുമ്പിലില്ല, പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം, ഈ ദൈവ സാന്നിധ്യം നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് വിശദീകരിക്കുക. അത് വേഗത്തിൽ ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമത് ദൈവ സാന്നിധ്യം നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, നമുക്കൊരു വചനത്തിലേക്ക് തന്നെ വരാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് 33. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ടു 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർ വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. അതെ, അവിടെ വായിക്കുമ്പോൾ വായിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുന്നോട്ട് പോയി. അങ്ങനെയെങ്കിൽ ഈ പെട്ടകം നൽകുന്ന ഒന്നാമത്തെ കാര്യം വിശ്രമം അഥവാ സ്വസ്ഥത. നമ്മൾ വളരെ വ്യക്തോടെ ഓർക്കണം, ദൈവ സാന്നിധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? സ്വസ്ഥത കിട്ടും. ആ
അസ്വസ്ഥരാകുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, ദൈവ സാന്നിധ്യം എന്നിൽ നിന്ന് അകന്നു. നമ്മൾ പറയത്തില്ലേ, ഒരു സ്വസ്ഥതയും ഇല്ല, ഈ സ്വസ്ഥത മടക്കി വരുത്താൻ അത് ചെയ്താൽ മതി, ദൈവ സാന്നിധ്യം ഇങ്ങനെ മടക്കി വരുത്തിയാൽ മതി. അതിനെ സൈക്യാട്രിസ്റ്റിനെ കണ്ടോട്ടോ, മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നും സ്വസ്ഥത കിട്ടത്തില്ല. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ എനിക്കത് കിട്ടും, സ്വസ്ഥത കിട്ടും. പുറപ്പാട് പുസ്തകം വായിക്കാം, 33-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൂടെ വായിച്ചു. അവിടെയും ഇതേ വാക്ക് എഴുതിയിട്ടുണ്ട്. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക്. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യം എന്ത് തരും? സ്വസ്ഥത തരും. ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് പറയാം, കർത്താവേ എനിക്ക് സ്വസ്ഥത കിട്ടാൻ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ. ഇനി ഞങ്ങൾ പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഹിതമല്ലാത്തത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് ഇറങ്ങി മാറും. ഇറങ്ങി മാറിയാൽ മറ്റാത്മാക്കൾ എന്നിലേക്ക് കയറി വരും. മറ്റേതെങ്കിലും ആത്മാവിന് ഞാൻ അധീനനായാൽ ആദ്യം സംഭവിക്കുന്നത് എന്റെ സ്വസ്ഥത കെടുക. ഹസ്കേൽ പ്രവചനത്തിൽ 8-ാം അധ്യായത്തിൽ വായിക്കാൻ തന്നെ വേഗത ഭാഗം പറഞ്ഞു വിടാം. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദേവാലയം, ആ ദേവാലയത്തിൽ ദൈവഹിതമല്ലാത്തത് പലതും സംഭവിക്കുന്നു. ആ ഭാഗങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിന്നും പുറത്തിറങ്ങി. നിങ്ങൾ പിന്നീട് ആ ഭാഗം വായിച്ചു നോക്കുക. ദൈവത്തിന്റെ തേജസ് ആലയത്തിന്റെ പുറത്ത്, കാരണം ആലയത്തിനകത്ത് ദൈവ തേജസ്സിന് നിൽക്കാൻ കഴിയാത്തത് സംഭവിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് പുറത്തിറങ്ങി, ദൈവത്തിന്റെ മഹത്വം പുറത്തിറങ്ങി. നമ്മുടെ ജീവിതത്തെ നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. ആലയം നശിപ്പിക്കപ്പെട്ടു, ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ശലോമോന്റെ കാലത്ത് മനോഹരമായി പണിത ആലയം നശിപ്പിക്കപ്പെട്ടതിന്റെ കാരണം മഹത്വം നഷ്ടപ്പെട്ടു പോയി. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചില്ലെങ്കിൽ ആ മന്ദിരത്തെ ദൈവം നശിപ്പിക്കും. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലെ ആ വാക്യം കൂടെ വായിച്ചോളൂ. 1 കൊരിന്ത്യർ 7-ന്റെ പ്രാരംഭ ഭാഗത്താണെന്ന് തോന്നുന്നു. കിട്ടിയവരുണ്ടെങ്കിൽ വായിച്ചോളൂ, റഫറൻസ് കൂടെ പറഞ്ഞതിന് ശേഷം. സോറി, 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇനിയും അതിന്റെ 6-ാം അധ്യായം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചോളൂ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കാങ്ങാനുള്ളവരല്ല എന്ന് അറിയുന്നില്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. മതി. ആ 2 ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ദൈവം നമുക്ക് മനസ്സിലാക്കി കരുതുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നത്? എന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞാൻ ഇറക്കി വിടുമ്പോ, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത്? ദൈവത്തിന് ഇരിക്കാൻ കഴിയാത്തത് എന്നിൽ വന്നാൽ ദൈവം ഇറങ്ങി മാറും. അങ്ങനെയെങ്കിൽ ജീവിതത്തെ വളരെ ഗൗരവത്തോടെ കാണുക. എന്റെ ദൈവത്തിന് ഇറങ്ങി വന്ന് എന്റെ ഉള്ളിൽ വസിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നിൽ വന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മാറും. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി മാറിയ യെരൂശലേം ദേവാലയത്തെ ശത്രുക്കൾക്ക് നശിപ്പിക്കുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിടത്ത് ആ സാന്നിധ്യം വിട്ടുമാറിയപ്പോൾ മന്ദിരം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ പുതിയ നിയമ വിശ്വാസികളാകുന്ന നമ്മുടെ ജീവിതത്തെ വ്യക്തമായി കണ്ടുകൊണ്ട് പറയണം, ദൈവത്തിന്റെ മന്ദിരമാണ് എന്റെ ശരീരം. എന്റെ ശരീരത്തെ നശിപ്പിക്കാൻ ദൈവ സാന്നിധ്യം ഇറങ്ങി മാറാൻ ഞാൻ അനുവദിക്കത്തില്ല. ആ ബോധ്യത്തോടെ നമുക്കുണ്ടായിരിക്കണം. 6-ാം അധ്യായത്തിലെ വാക്യം ഒന്നുകൂടെ വായിച്ചോളൂ. ദൈവത്തിന്റെ ദാനമായി അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം പരിശുദ്ധമാവിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൽ നിന്നും ആത്മാവ് മാറിപ്പോകരുത്, ദൈവ സാന്നിധ്യം മാറിപ്പോകരുത്.
ഞാൻ വീണ്ടും ആദ്യ ഭാഗത്തേക്ക് കൂടെ മടങ്ങി വരുന്നു. ഒന്നാമത്തെ ദൈവ സാന്നിധ്യം നമുക്ക് തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സ്വസ്ഥത. എനിക്ക് വിശ്രമം കിട്ടും, എനിക്ക് സ്വസ്ഥത കിട്ടും. ഏത് വലിയ പ്രശ്നത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ദൈവ സാന്നിധ്യം പരിശുദ്ധമാവ് എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥതയാണ്. മോശയോട് ദൈവം പറയുന്ന വാക്കാണ്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അങ്ങനെയെങ്കിൽ ശലോമോന്റെ പ്രാർത്ഥനയിൽ അഥവാ ദാവീദിന്റെ ആ പ്രാർത്ഥനയിൽ ആഗ്രഹത്തിൽ താൻ പറഞ്ഞതാണ്, പെട്ടകം കർത്താവേ, ബലത്തിന്റെ പെട്ടകമായി നീ ഒന്ന് കടന്നു വരണം കർത്താവേ. ആ സാന്നിധ്യം വന്നാൽ എനിക്ക് സ്വസ്ഥതയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദിവസങ്ങളിൽ അസ്വസ്ഥമാക്കുന്ന പല വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരൾച്ചുണ്ടാതെ അവരെയും ഇവരെയും കുറ്റപ്പെടുത്താതെ, കർത്താവേ, എന്നിൽ നിന്ന് ദൈവ സാന്നിധ്യം എവിടെയോ ഞാൻ അറിയാതെ ഇറങ്ങിപ്പോയതിന്റെ ഫലമാണ് ഈ അസ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ നമ്മൾ മടക്കി വരുത്താമെങ്കിൽ സ്വസ്ഥത കിട്ടും. രണ്ടാമത്തെ ചിന്ത, ദൈവ സാന്നിധ്യം നമുക്ക് ജയം തരും. സംഖ്യാപുസ്തകം ഇപ്പം നേരത്തെ വായിച്ച ഭാഗത്തിന്റെ ചേർന്നൊരു വാക്യം വായിച്ചാൽ 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം വായിച്ചു. ബുക്ക് ഓഫ് നമ്പേഴ്സ്. പെട്ടകം പുറപ്പെട്ടപ്പോൾ മോശ യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ ഭയക്കുന്നവർ നിന്റെ മുമ്പിൽ ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. മതി, അവിടെ വായിച്ച ഭാഗം ശ്രദ്ധിച്ചല്ലോ. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറും, നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. അങ്ങനെയെങ്കിൽ ഈ പെട്ടകം ദൈവ സാന്നിധ്യം നമുക്ക് എന്ത് തരും? ജയം തരും. അതൊക്കെ എഴുതിയിരിക്കുന്നത്. ശത്രു ചിതറും, ശത്രു ചിതറും, പകയ്ക്കുന്നവർ ഓടിപ്പോകും. അപ്പൊ പിന്നെ എന്തുണ്ട്? ജയം കിട്ടും. പലപ്പോഴും ശത്രു കൂട്ടം കൂടി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ജയമില്ല. എന്നാൽ പെട്ടകം വരുമ്പോൾ, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, എന്റെ മുമ്പിൽ എന്നെ വിരോധമായി എന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് തടയുന്ന ചില ശത്രുക്കൾ ദൈവം ചിതറിക്കും. എന്നെ പകയ്ക്കുന്നവർ എന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. കാരണം ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ അവിടെ ഇവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ വായിച്ചപ്പോൾ വായിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. 7 വർഷത്തെ കെടുതി അനുഭവിക്കുന്ന ഇസ്രായേൽ ജനത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ വിതയ്ക്കും, മിദ്യാന്യർ വന്നത് നശിപ്പിക്കും. ഇവർക്ക് കൊയ്ത്തില്ല, വിത മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, അധ്വാനമുണ്ട്, റിസൾട്ട് ഇല്ല. കഷ്ടപ്പെടുന്നുണ്ട്, ആ കഷ്ടപ്പെടുന്നതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല. 7 വർഷത്തെ കെടുതി അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ജനം. ആ സമയത്താണ് ദൈവം ഗിദെയോനെ തിരഞ്ഞെടുത്തത്. ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്ന വിശദീകരിക്കുന്നില്ല. ഗിദെയോന്റെ അടുക്കൽ വന്നേച്ച ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട്. ഈ ബലത്തോട് പോകാൻ പറഞ്ഞപ്പോൾ ഗിദെയോൻ ദൈവം കൊടുത്ത ബലത്തോട് പോയി. ഗിദെയോനോട് ചോദിച്ചു, ഗിദെയോനെ നിനക്ക് എന്താ ഉറപ്പ്? ഗിദെയോൻ പറഞ്ഞു, ദൈവ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്. ചരിത്രം നമുക്കറിയാമല്ലോ. അസംഖ്യമായി എണ്ണിക്കൂടാതെ വണ്ണം കടൽക്കരയിലെ മണൽ പോലെ പരന്നു കിടക്കുന്ന മിദ്യാന്റെ സൈന്യത്തിന് നേരെ കേവലം 300 പേരുമായി പോയി ജയിച്ചതിന്റെ കാരണം എന്താ? ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടോ? നിന്റെ വലിപ്പം ഒരു വിഷയമല്ല, നിന്റെ കഴിവ് ഒരു വിഷയമല്ല, നിന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ മൂർച്ച ഒരു വിഷയമല്ല. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടോ? നിനക്കെതിരെ നിരക്കുന്നത് അസംഖ്യമാണെങ്കിലും അതിന്റെ നടുവിൽ വിജയം തരാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, എന്റെ ദൈവം പറയുന്നത് ഞാൻ അനുസരിച്ചാൽ എനിക്ക് വിജയം ഉറപ്പാ. ഏലാത്താഴ്വരയിൽ 40 ദിവസത്തെ വെല്ലുവിളി ഉയർത്തിയ ഫെലിസ്ത്യ സൈന്യം, ഇതിന്റെ നടുവിൽ ദാവീദ് എങ്ങനെ വിജയിയായത്? 17-ാം അധ്യായം വായിക്കേണ്ട വാക്യം പറഞ്ഞു വിട്ടേക്കാം. 17:45. നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ദാവീദിനോട് ചോദിച്ച ദാവീദിന് പറയാൻ കഴിയും, എന്റെ കൂടെ ദൈവ സാന്നിധ്യമാണ്. ശൗലിന്റെ കൂടെ ഇല്ലാതിരുന്ന, പട്ടാളക്കാരുടെ കൂടെ ഇല്ലാതിരുന്ന, തന്റെ സഹോദരന്മാരോടൊപ്പം ഉണ്ടാകാതിരുന്ന ആ ദൈവ സാന്നിധ്യം തന്നോടുകൂടെ ഇരുന്നപ്പോൾ തനിക്ക് പറയാൻ കഴിയും, ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏതു വെല്ലുവിളിയുടെയും മുമ്പിൽ ഒരു ജയാളിയായി തീരാൻ എനിക്ക് കഴിയും. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിലെ ദൂതേറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാകും? നിന്നെ പരാജയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, പുറകോട്ട് ഓടിക്കുന്ന, സ്വസ്ഥത കെടുത്തുന്ന, ജയിപ്പിക്കത്തില്ല, ദേശത്തെ പാർപ്പിക്കത്തില്ലെന്ന്
ശക്തിയുടെ മുമ്പിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ നിന്റെ നന്മ നീ തന്നെ അനുഭവിക്കും. ഓ ഹല്ലേലൂയ. നീ വിതച്ചത് നഷ്ടമായി പോകത്തില്ല. കൊയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് ലഭ്യമാകണമെങ്കിൽ ദൈവ സാന്നിധ്യം കൂട്ട് ഇറങ്ങിയാൽ മതി. നമുക്ക് ദൈവത്തിനോട് പറയാം, കർത്താവേ, ഈ ദിവസങ്ങളെ ദൈവ സാന്നിധ്യം എനിക്ക് ജയം തരുന്നത്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുന്നു. മൂന്നാമത്തെ ചിന്ത, ദൈവത്തിന്റെ സാന്നിധ്യം വഴി തുറക്കുന്നത്. യോശുവയുടെ പുസ്തകം 13:13. സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ വെള്ളത്താൽ സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് ഒഴുകുന്ന വെള്ളം ചിറ പോലെ മതി. ആ ഭാഗം നമുക്കറിയാം, പശ്ചാത്തലം പറയുന്നത് വിശദീകരിക്കുന്നില്ല. യോർദാനെ വിഭജിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് 40 വർഷത്തെ ആ മരുഭൂപ്രയാണം നടത്തി. 430 വർഷത്തെ മിസ്രൈം അടിമത്തം, 40 വർഷത്തെ മരുഭൂപ്രയാണം. കനാന്റെ തീരത്തെത്തി കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ, തല ഉയർത്തി നോക്കിയാൽ കനാന്റെ നന്മ കാണും. വാഗ്ദത്ത ഭൂമിയിൽ അവരെത്തി. അവർക്കും വാഗ്ദത്തത്തിനും ഇടയ്ക്കിപ്പോൾ നിൽക്കുന്നത് യോർദാൻ, കര കവിഞ്ഞൊഴുകുന്ന കാലഘട്ടം. ഈ കര കവിഞ്ഞൊഴുകുന്ന യോർദാന് വിഭജിച്ചതപ്പോഴാണ്, വഴി തുറന്നതപ്പോഴാണ്. ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചേ. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ ഒന്നെടുത്ത് വായിച്ചോളൂ, ഉറക്കെ വായിച്ചോളൂ. സർവ്വഭൂമിയുടെയും നാഥനായ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് ഒഴുകുന്ന വെള്ളം ചിറ പോലെ മതി. ആ ഭാഗം നമ്മൾ വായിച്ചു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി തിരിഞ്ഞു. ഒരു വാക്യങ്ങൾ നമുക്ക് ചേർത്തൊന്ന് വായിക്കാം. അതിന്റെ 14 വാക്യങ്ങൾ വായിച്ചു. അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. അതോട് വായിച്ചു. പെട്ടകം ചുമന്ന പുരോഹിതന്മാർ പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കിൽ മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. മതി. അങ്ങനെയെങ്കിൽ വേഗത്തിൽ തിരിച്ചറിയണം, വഴി തുറന്നതപ്പോഴാണ്. പെട്ടകം ചുമക്കുന്നവൻ പ്രശ്നത്തെ കാല് വെച്ചു. എന്നോട് പറയട്ടെ, അടഞ്ഞ വഴി തുറക്കാൻ ദൈവസാന്നിധ്യം. കണ്ടവര് പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, മിസ്രൈമിൽ നിന്നൊക്കെ ഇറങ്ങി. കാര്യം ശരിയാ. മരുഭൂമി 40 വർഷം നടന്നു, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഈ വാഗ്ദത്തം നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് മുമ്പിൽ ബന്ധമുണ്ട്, ഒരു യോർദാൻ, അത് കവിഞ്ഞൊഴുകും. നിന്നെ കൊണ്ട് പറ്റത്തില്ല. മുന്നോട്ട് പോയ പലരോട് പറഞ്ഞു കാണും, മഴക്കാലമാ, 6 കരകവിഞ്ഞൊഴുകുക. ഇറങ്ങിയൊരു പലരും തിരിച്ചു കയറിയിട്ടില്ല. അബദ്ധം കാണിക്കരുത്. പക്ഷെ ഇവർക്കൊരു കാര്യം പറയാനുണ്ട്, ഞങ്ങൾ സാധാരണക്കാരല്ല. ഞങ്ങളുടെ തോളിൽ പൊട്ടകമുണ്ട്. ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്നവരാണ്. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവന്റെ മുമ്പിൽ കര കവിഞ്ഞൊഴുകുന്ന പ്രശ്നം വഴി തുറക്കാൻ മുഖാന്തരമായി മാറും. ഇന്ന് പറയുന്നത് മക്കളെ, ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. പലരുടെ മുമ്പിൽ വഴി അടച്ചത്, വിടത്തില്ലെന്ന് പറഞ്ഞത്, പലരെ ഒഴുക്കിക്കളഞ്ഞത്, പലർ ഭയപ്പെട്ടു മാറിയിടത്ത് നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. ദൈവ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടോ? നിനക്ക് വേണ്ടി വഴി തുറക്കാൻ എന്റെ ദൈവം മതിയായവനാണ്. ഇന്ന് മകൾ വിശ്വസിക്കുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി കരറ്റാൻ പറ്റുമോ? കർത്താവേ, വഴി അടഞ്ഞെന്ന് പറഞ്ഞിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ആരും കണ്ടിട്ടില്ലാത്ത, ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാവുന്നത്.
വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു, ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടോ, ഞാൻ അക്കരെ എത്തും. ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടോ, ദൈവത്തിന്റെ വാഗ്ദത്തം ഞാൻ അനുഭവിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വാസത്തോട് വിളിച്ചു പറയണം, നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ നടത്തി തരാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ വാഗ്ദത്തം എനിക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ വാഗ്ദത്തം നഷ്ടമല്ല, വാഗ്ദത്തം ഞാൻ പ്രാപിച്ചിരിക്കും. അടുത്ത ചിന്തയോടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് കോട്ട തകരും. യോശുവയുടെ പുസ്തകം തന്നെ എടുക്കാം. 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിച്ചു. പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. മതി, നമുക്ക് ആ ഭാഗങ്ങൾ അറിയാൻ ബാക്കി വായിക്കണമെന്നില്ല. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പെട്ടകം തോളിലെടുത്തുകൊണ്ട്, നമുക്ക് ചിത്രം അറിയാമല്ലോ, 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റുമ്പോൾ മുമ്പിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ പോകുന്നു. പുറമെ കാഹളം ഒതുക്കൊണ്ട് ആൾക്കാർ 7-ാം ദിവസം 7-ാം പ്രാവശ്യത്തെ ചുറ്റലിൽ ഈ കോട്ട തകർന്നു. തല ഉയർത്തിയിരുന്ന കോട്ട പറഞ്ഞു, നീ വെറുതെ ചുറ്റുക. ഇതിന്റെ ഒരു കല്ല് പോലും ഉണങ്ങിയിട്ടില്ല. 7 ദിവസമായത് തുടങ്ങിയിട്ട്. 7-ാം ദിവസം 6 ചുറ്റു കഴിഞ്ഞപ്പോഴും കോട്ടയ്ക്ക് സംസാരിക്കാമെങ്കിൽ കോട്ട പറയുന്നത് നടക്കത്തില്ല. കോട്ട മുകളിൽ പാർക്കുന്ന ആൾക്കാർ താഴേക്ക് തലയിട്ടേച്ച് പറഞ്ഞു, പണിയില്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, നടക്കട്ടെന്ന്. എന്നാൽ അവർക്കറിയാത്ത ഒരു കാര്യം, യോശുവ ജനത്തോട് പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതൻ മുമ്പിൽ പോയാൽ, നിനക്ക് മുമ്പിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി തിരിച്ചാൽ നിന്നെ അപ്പുറത്ത് വിടത്തില്ലെന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന കോട്ട തകർക്കാൻ ആ ദൈവ സാന്നിധ്യത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുമെന്ന് പറഞ്ഞ ചില കോട്ടകളെ തകർക്കാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. മാതാപിതാക്കളോട് ഒരു ദൂത് ഞാൻ പറയട്ടെ, തലമുറയെ ഇതിനപ്പുറം വിടത്തില്ലെന്ന് പറഞ്ഞ് ശത്രു കൊട്ടിയിരിക്കുന്ന ചില കോട്ടകളെ നോക്കിക്കൊണ്ട് നീ വിളിച്ചു പറ, ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ എത്ര വലിയ കോട്ടയാണെങ്കിലും അതിനെ തകർക്കാൻ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കഴിയും. മുന്നോട്ട് പോകാതിരിക്കാൻ പലപ്പോഴും കോട്ടകൾ. അത് ശത്രുവിന്റെ ജോലിയാ, ചെയ്തോളാം. ശത്രുവിന്റെ സാധിക്കാനും പഠിക്കാനും ഒന്നും പോകണ്ട. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോ ഇതൊക്കെ അങ്ങ് തന്നെ പൊക്കോളും. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് അങ്ങോട്ട് ദൈവമാതാവിനോട് വീണ്ടും പറയുന്നു, തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവിന് പറവാനുള്ള ദൂതാണ്. ദൈവസാന്നിധ്യം ഇറങ്ങി വരാമോ? നിന്റെ തലമുറയെ മുന്നോട്ട് വിടാതെ ശത്രു ഉയർത്തി കെട്ടിയ കോട്ട അതെന്തുമാകട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലമുറ ഉയർച്ച പ്രാപിക്കരുതെന്ന് പറഞ്ഞ് ആഭിചാരക്രിയകളിലൂടെയോ മന്ത്രവാദത്തിലൂടെയോ ഏതെങ്കിലും തരത്തിൽ നിനക്കെതിരെ ഉയർത്തിക്കെട്ടിയ ചില കോട്ടകളെ നോക്കിക്കൊണ്ട് നീ പറ, ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ ഈ കോട്ട തകർന്നിരിക്കും. മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ എന്റെ തലമുറ ആ കോട്ടയ്ക്ക് അപ്പുറം എത്തും. വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞതെന്ന് പറ, എന്റെ മകൻ എന്റെ മകൾ ദൈവം ആശ്രയിക്കുന്ന നിലവാരത്തിൽ എത്തുക ചെയ്യും. അവർക്കെതിരെ ഉയർത്തി കെട്ടിയ കോട്ട എത്ര വലുതാണെങ്കിലും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പ് അത് ഇടിഞ്ഞു വീഴുക തന്നെ ചെയ്യും. കോട്ടകൾ ഇടിഞ്ഞു മാറട്ടെ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കട്ടെ. തടഞ്ഞു നിൽക്കുന്നത് മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ ആ സാന്നിധ്യത്തിന് മുമ്പ് ഇന്ന് ഇടിഞ്ഞു അമരട്ടെ.
ഘട്ടകമുണ്ടോ? സാന്നിധ്യമുണ്ടോ? ചിന്തിക്കണ്ട. ചുറ്റാൻ പറഞ്ഞ ചുറ്റിക്കും. ഇടയ്ക്ക് ഒരു ദൂരെ പറഞ്ഞോട്ടെ, ഇവരെ ഇപ്പം എത്ര പ്രാവശ്യം ചുറ്റിച്ചു? കുഞ്ഞുങ്ങൾക്ക് ആർക്കെന്ന് പറയാം, എത്ര പ്രാവശ്യം എരിഹോ കോട്ടയ്ക്ക് ചുറ്റും അവർ ചുറ്റി? എവിടെ ചുറ്റിയോളൂ? ആൻസർ തരാം, ആർക്കെങ്കിലും തരാം. 6 ദിവസം ഓരോ ചുറ്റ്, 7-ാം ദിവസം 7 ചുറ്റ്, അങ്ങനെയെങ്കിൽ 13 പ്രാവശ്യം ചുറ്റി. ചിലപ്പം ദൈവം ചിലർക്കൊക്കെ ചുറ്റിക്കും. ഇത് പിശാചാണ് ചുറ്റിച്ചത്. ആരാ? ദൈവം തന്നെയാണ്. നമ്മളെല്ലാ ചുറ്റലിനെ നോക്കിക്കൊണ്ട് പറയും ശത്രുവും അല്ല, ദൈവം ചുറ്റിക്കുന്ന ചില ചുറ്റുകളൊക്കെയാണ്. ഇസ്രായേൽ മക്കളുടെ ചിത്രമൊക്കെ എടുത്ത് പഠിച്ച് നോക്കിയാൽ കാണുന്നുണ്ട്, ദൈവം ചുറ്റി നടത്തിച്ചു. ദൈവം ചില സമയത്ത് നമ്മളെ ചുറ്റിക്കും. നമ്മൾ തിരിച്ചറിയണം, ഈ ചുറ്റൽ ദൈവത്താലാണോ പിശാചിനാലാണോ? ഇനി ഞങ്ങളോട് പറയാം, പിശാച് ചുറ്റിച്ചാലും ദൈവം അനുവദിക്കാതെ ചുറ്റാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ആരാ? ഉറപ്പുണ്ടോ എന്റെ ദൈവമാണെന്ന്? അങ്ങനെയെങ്കിൽ ദൈവം അനുവദിക്കാതെ പിശാചിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ ധൈര്യത്തോട് വിളിച്ചു പറയണം, എന്റെ ചുറ്റിൽ എന്റെ ദൈവം അനുവദിച്ചിട്ട് ആ ദൈവമാ ചുറ്റിക്കുന്നെങ്കിൽ അതിനകത്ത് ദൈവത്തിന് ചില പർപ്പസ് ഉണ്ട്. ആ ഉദ്ദേശം നിറവേറ്റണതിന് എന്നെ ചുറ്റിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണം. ഇതേക്കുറിച്ച് ഞാൻ ഒരിക്കലൊരു വായിച്ചെടുത്ത് കണ്ടത്, ഈ എരിഹോ പട്ടണത്തിന് ചുറ്റുമുള്ള മതില, വീടിന് ചുറ്റുമുള്ള മതിൽ പോലല്ല. 10 സെന്റിനോ 20 സെന്റിനോ ചുറ്റും കിട്ടുന്ന മതിലല്ലത്. 5 കിലോമീറ്റർ ചുറ്റളവാണ് ഈ എരിഹോ കോട്ട എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഓർത്ത് നോക്കിയാൽ ഒരു ദിവസം 5 കിലോമീറ്റർ ഇവര് നടന്നു. 7-ാം ദിവസം എത്ര കിലോമീറ്റർ കണക്കറിയത്തില്ലേ മക്കളെ? 7 into 5 നിങ്ങളെ അത് പഠിപ്പിക്കണം. 35 കിലോമീറ്റർ ഒരു ദിവസം ദൈവം ചുറ്റിച്ചു. അപ്പൊ നമ്മുടെ ദൈവമായി എന്നാ പരിപാടിയായി? നമ്മുടെയൊക്കെ ആഗ്രഹം, ഞാൻ അങ്ങോട്ട് ചെല്ലണം, എന്റെ മുമ്പിൽ എല്ലാം ഇടിഞ്ഞു താഴണം, ഞാൻ ജയാളിയായിട്ട് അപ്പുറം കിടക്കണം. അല്ല, ദൈവം പറയും, നീ ഒന്ന് ചുറ്റ, ഞാൻ നിന്നെ ചുറ്റിച്ചത്. അതിനൊക്കെ ധരിക്കാൻ പർപ്പസ് ഉണ്ട്. നീ ഒന്ന് ചുറ്റാൻ പറഞ്ഞാൽ ചുറ്റാൻ തയ്യാറായിക്കോ. ഞാൻ പറഞ്ഞിട്ട് അവസാന ദിവസം മാത്രം ഇവർ 35 കിലോമീറ്ററാണ് ചുറ്റിയത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 6 ദിവസം ഇവർ 30 കിലോമീറ്റർ ചുറ്റി. എല്ലാം കൂടെ 65 കിലോമീറ്റർ ദൈവം ഇവരെ ചുറ്റിച്ചു. ദൈവം പറഞ്ഞ, പിന്നെ ഈ ചുറ്റലിന് ശേഷം ഞാൻ നിനക്ക് വിജയം തരാൻ പോകും. കാരണം എന്റെ സാന്നിധ്യം ഇറങ്ങി വന്നത്, എന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് തല ഉയർത്തിക്കൊണ്ട് നിന്നെ അപ്പുറത്ത് വിടത്തില്ലെന്ന് പറയുന്ന കോട്ടയെ നീ പറഞ്ഞുകൊണ്ട് നിന്നോ. സാന്നിധ്യം ഇറങ്ങുമ്പോൾ നീ അറിയാതെ അത് താഴെ പോവുക. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവാത്മാവ് വീണ്ടും എന്നോട് അത് തന്നെ പറയുന്നു. തലമുറകളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവിന് അതാ പറയാനുള്ളത്. ചില ചുറ്റൽ, നിന്റെ തലമുറ ചുറ്റലാണ്, ചുറ്റിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊന്നും കൊണ്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ഏതാണ്ട് ഒന്ന് അടുത്ത് വരുമ്പോഴത്തേക്കും എവിടെയോ തടസ്സം വരുന്നു. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ളത്, ആ ചുറ്റലിനെ നോക്കിക്കൊണ്ട് നീ നിരാശപ്പെടാതെ വിളിച്ചു പറ, ദൈവം ഈ കോട്ടയെ എന്റെ മുമ്പിൽ തകർക്കാൻ പോവുക. Yes, hallelujah. 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 ഉച്ചത്തിൽ സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഉറക്കെ ഒരു സ്തോത്രം പറഞ്ഞു. ചുറ്റൽ അവസാനിക്കാൻ പോവുക, ചില കോട്ട തകരാൻ പോവുക. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് ഇന്നലെ നീ ചുറ്റിയത് ശരിയാ, പക്ഷേ നിന്റെ മുമ്പിൽ നിന്റെ ചുറ്റൽ അവസാനിച്ച് നീ അനുഗ്രഹത്തിലേക്ക് കിടക്കാൻ പോവുക. വാഗ്ദത്തം നിന്റെ മുമ്പിലുണ്ട്. Hallelujah.
നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ യഹോവയിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ കോട്ടയ്ക്ക് താമസത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഒരു ചിന്തയോടെ പറഞ്ഞാൽ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കാം. ദൈവ സാന്നിധ്യത്തിൽ ദൈവ ശബ്ദം കേൾക്കാൻ കഴിയും, ദൂത് കേൾക്കാം. ശൗമേന്റെ പുസ്തകം ഒന്നാം പുസ്തകം 1 ശൗമേൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചു. ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ കിടന്നു. മതി. അങ്ങനെയെങ്കിൽ അവിടെ വായിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. ശൗമേൻ ബാലൻ ഏലിയോടൊപ്പം കഴിഞ്ഞ കാലഘട്ടം. ആ വാക്യം നമ്മളിങ്ങനെ ഒന്ന് വായിക്കാം. ആ ഭാഗത്ത് ഞാൻ ഒരു ചെറിയ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ശൗമേൻ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പിൽ ചെന്ന് കിടന്നു. നമുക്ക് ആ ഭാഗം അറിയാം. വിളക്ക് കിടാൻ പാടില്ല. ആലയത്തിൽ നിരന്തരം 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കേണ്ട വിളക്ക്. എന്നാൽ ഇവിടെ എണ്ണ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് വിളക്ക് കിട്ടും. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ വിഷയത്തിൽ ഞാൻ ഒത്തിരി മാറിപ്പോകുന്നതോടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. വിളക്ക് അന്ന് ആലയത്തിൽ വേണ്ടത്ര വിളക്കില്ല, അല്ലെങ്കിൽ എണ്ണയില്ല. 1-ാം വാക്യം വായിച്ചോളൂ. ആ വാക്യം ക്ലിയർ ആയിക്കോളൂ. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വയ്യാതവണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങി. ഏലിയെ കുറിച്ചുള്ള വിഷയം നമ്മൾ കേട്ടു. കണ്ണ് കാണാൻ കഴിയാതെ ഞാൻ അപ്പം ചിന്തിച്ചപ്പോൾ മനസ്സിലായ സത്യം പറയാം. പുറത്തെ കണ്ണിന് മാത്രമല്ല കാഴ്ച പോയത്, അകത്തെ കണ്ണിന്റെ കാഴ്ചയും പോയി. ആത്മീയ കണ്ണിന് നഷ്ടപ്പെട്ടു. മക്കൾ വഴിതെറ്റി നടന്നിട്ട് ഏലി അറിയുന്നില്ല. ദൈവസഭയിൽ വചനമില്ല, ദർശനമില്ല. ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ പുരോഹിതൻ അത് അറിയുന്നില്ല. കാരണം കണ്ണ് കാണാതായി. നമ്മളല്ലോ പുറം കണ്ണ് മാത്രമല്ല, ആത്മീയ കണ്ണ് മടഞ്ഞ ഒരു പ്രത്യേക സാഹചര്യം. അവിടെ വായിച്ചത് എങ്ങനെയാണ്? ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. വചനമില്ല, ദർശനമില്ല. പക്ഷെ വചനവും ദർശനവും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു ബാലൻ പെട്ടകത്തിനകത്ത് അടുത്ത് കിടന്നുറങ്ങി. ഇനി 3-ാം വാക്യം വായിച്ചോളൂ. ശമൂവേൽ അങ്ങനെയെങ്കിൽ ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ മതി. ആ ഭാഗം ഒന്ന് വിട്ടിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാം. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ചെന്ന് കിടന്നു. അപ്പം ശമൂവേൽ കിടന്ന ഇവിടെ പെട്ടകത്തിന്. അത്രയും കാര്യം മനസ്സിലായല്ലോ. വിളക്കിനെ തൽക്കാലം മാറ്റി വയ്ക്കാം. ശമൂവേൽ ഇപ്പം കിടക്കുന്ന ഇവിടെ പെട്ടകത്തിനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത ഉണ്ടോ? വചനം ദുർലഭം, ദർശനം ഏറെയില്ല, നടത്തിപ്പുകാരന് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഈ ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. താഴത്തെ ഭാഗം വായിക്കണ്ടല്ലോ. ശമൂവേല് എന്ന് പറഞ്ഞാൽ നാളെയെ കുറിച്ചുള്ള അരുളപ്പാടുകൾ, ഭാവിയെ കുറിച്ചുള്ളത്, സംഭവിക്കാനുള്ളത് ശമൂവേലിനോട് ദൈവം പറഞ്ഞു. എവിടാ? പെട്ടകത്തിനരികിൽ. അങ്ങനെ ചോദിച്ചോട്ടെ, പെട്ടകത്തിനരികിൽ എന്തുണ്ട്? ദൂതമുണ്ട്. ഭാവി അറിയാൻ എവിടെ ചെന്നാൽ മതി? ദൈവ സാന്നിധ്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. വേറൊരാടെ മുമ്പിൽ ചെന്നേച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ദൂത് പറയണം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്നത് തെറ്റുണ്ടോ ഇല്ലയോ അത് അവരോട് ചിന്തിച്ചു. എനിക്ക് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ, ദൈവ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവം എന്നോട് അതിന്റെ കാര്യം പറയത്തില്ല. ഈ ശമൂവേൽ ബാലനോട് താൻ ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല, പ്രത്യേക കൃപാവരങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവസന്നിധിയിൽ ആ പെട്ടകത്തിനരികെ കിടന്ന് ഉറങ്ങിയപ്പോൾ ദൈവം അവനെ വിളിച്ചു പറഞ്ഞു, ശമൂവേലെ സംഭവിക്കാൻ പോകുന്നത് ഇന്നതാ. ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, ദൂത് പറഞ്ഞു. ദൈവ സാന്നിധ്യം ദൈവമക്കളെ തിരിച്ചറിഞ്ഞാൽ നിനക്കുള്ള ദൂത് ദൈവം തന്നിരിക്കും. നിന്റെ ഭാവിയെ കുറിച്ച്, തലമുറയുടെ ഭാവിയെ കുറിച്ച്, നാളുകളിൽ സംഭവിക്കാനുള്ളതിനെ കുറിച്ച് എന്റെ ദൈവം എന്നോട് പറയണമെങ്കിൽ ഞാൻ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണം. എന്റെ വാക്ക് തൽക്കാലം ഇവിടെ പരിവർത്തനം ആഗ്രഹിക്കുകയാണ്. ദൈവ സാന്നിധ്യം കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ, അനേക അനുഗ്രഹങ്ങൾ വചനമുടനീളം പഠിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൽക്കാലം ഈ 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ കൂടെ ആവർത്തിച്ചോട്ടെ. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം നൽകുന്ന അനുഗ്രഹം നമ്പർ 1 സ്വസ്ഥത.
2 ജയം തരും, 3 വഴി തുറക്കും, 4 കോട്ട തകർക്കും, 5 ദൂതറിയിക്കും. ഈ സാന്നിധ്യം എപ്പോഴൊക്കെയാണ് നമുക്ക് വേണ്ടിയത്? യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് പുതിയ നിയമത്തിൽ നിന്ന് എടുത്ത് കാണിച്ച എന്റെ വാക്ക് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചോളൂ. ഇത് എപ്പോഴാണ് കിട്ടുന്നത്? എപ്പം കിട്ടും? ആർക്കൊക്കെ കിട്ടും? വായിച്ചോളൂ. നമുക്കറിയാവുന്ന വചനം വാക്കി പറയാം. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ദൈവനാമത്തിൽ കൂടി വന്നാൽ അവിടെ എന്തുണ്ട്? ദൈവസാന്നിധ്യമുണ്ട്. അതിന് വ്യക്തിപരമായ പ്രാർത്ഥനയാകട്ടെ, സഭയുടെ പ്രാർത്ഥനയാകട്ടെ, കുടുംബ പ്രാർത്ഥനയാകട്ടെ, നിങ്ങൾ 2 3 പേർ, ഞാൻ വീട്ടിൽ പറയുന്നു, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിലും ദൈവസാന്നിധ്യം ഇറങ്ങി വരും. കാരണം നമുക്ക് അനുഭവം ഉള്ളവരാണല്ലോ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കുടുംബ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്നാൽ അവിടെ സ്വസ്ഥതയുണ്ട്, അവിടെ ജയമുണ്ട്, അവിടെ വഴി തുറക്കും, അവിടെ കോട്ട തകരും, അവിടെയും എനിക്ക് ചില ദൂത് കേൾക്കാൻ കഴിയും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ 2 3 പേർ എന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ആ സാന്നിധ്യം ഇറങ്ങി വരുമെങ്കിൽ കർത്താവേ, ഇന്ന് പകൽ ഈ ആരാധന മധ്യേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് പറയണം, കർത്താവേ, ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ തന്നെ ഈ സാന്നിധ്യം നൽകുന്ന അനുഗ്രഹം എനിക്ക് അനുഭവിക്കണം. ഹല്ലേലൂയ. തീർന്നില്ല, ഒരു വാക്ക് കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം കൂടെ വായിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴുണ്ട്? എല്ലാ നാളും. കർത്താവ് പറയാണ്, നമുക്കറിയാമല്ലോ, സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ കണ്ട് അവർക്ക് അനുഗ്രഹം കൊടുത്തപ്പോൾ പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. എന്റെ സാന്നിധ്യം എല്ലാ ദിവസവും, വർഷത്തിന്റെ 365 ദിവസവും ഈ സാന്നിധ്യമുണ്ട്. ഇനി ആ നാളിനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തരട്ടെ. നിന്റെ സന്തോഷത്തിന്റെ നാളിൽ, നിന്റെ ഏകാന്തതയുടെ നാളിൽ, നിന്റെ രോഗത്തിന്റെ നാളിൽ, ആരും എന്നെ മൈൻഡ് ചെയ്യാതിരുന്ന നാളിൽ, എല്ലാരും എന്നെ കൈവിട്ട നാളിൽ, ഞാൻ ഒറ്റയ്ക്കെന്ന് തോന്നിയ നാളിൽ, എന്റെ വേദനയുടെ ആധിക്യത്തിന്റെ നാളിൽ ആ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്. ഇന്ന് പകൽ ആ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, ലോകാവസാനത്തോളം, എന്റെ ശ്വാസം നിലയ്ക്കുന്നിടത്തോളം, കർത്താവിന്റെ വരവ് വരെ ഈ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ലോകാവസാനത്തോളം ജയമുണ്ട്. ഈ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് ഇരിക്കുന്നിടത്തോളം കാലം എന്റെ മുമ്പിൽ ഒരു ശത്രുവിനും തലപൊക്കാൻ കഴിയത്തില്ല. ആ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാനൊരു ജയാളിയ. എനിക്ക് വേണ്ടി ചില വഴികൾ തുറക്കും, ചില കോട്ടകളെ എന്റെ ദൈവം തകർക്കും. ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ദൈവകൃപ നമുക്ക് ആ ദൈവ കരങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ആ പ്രാർത്ഥനയിൽ ഇത് പറഞ്ഞ വാചകം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? നമ്മുടെ വായിച്ചൊരു വാക്യം 132-ാം സങ്കീർത്തനത്തിൽ യഹോവേ ദാവീദിനെയും അവന്റെ സകല കൽപ്പനകളെയും ഓർക്കണം. യഹോവേ നിന്റെ ബലത്തിൻ പെട്ടകവുമായി, യഹോവേ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നേൽക്കണം. ബലത്തിന്റെ പെട്ടകം വന്നാൽ എനിക്ക് വിശ്രാമം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് ഞാൻ മടങ്ങുമ്പോൾ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവെ ഞാൻ മടങ്ങുന്നു. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ് എല്ലാവരും. ആരും മൗനമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവ സാന്നിധ്യം എന്നിലേക്ക് ഇറങ്ങി വന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, ഞാൻ നിൽക്കുന്ന സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, സമൂഹത്തിൽ, നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, സ്കൂളിൽ, കോളേജിൽ, മറ്റ് ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എവിടെയൊക്കെ ആയിരിക്കുന്നു, അവിടേക്ക് ഈ സാന്നിധ്യം ഇറങ്ങി വന്നാൽ എനിക്ക് ലഭിക്കുന്നത് സ്വസ്ഥതയാണ്, എനിക്ക് ലഭിക്കുന്നത് ജയമാണ്. എനിക്ക് വേണ്ടി ചില വഴികൾ തുറക്കപ്പെടുക, എനിക്ക് വേണ്ടി ചില കോട്ടകൾ തകരപ്പെടുക,
എനിക്ക് വേണ്ട ദൈവിക സന്ദേശം എനിക്ക് അവിടെ ലഭ്യമാകും. നമുക്ക് ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് പാട്ടിന്റെ വരികൾ പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ സമയമെടുക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പറയാം. നിൻ സന്നിധാനത്തിൽ സന്തോഷം എൻബലം, നിൻ മുഖകാന്തിയാൽ എന്നും നിത്യാനന്ദം. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ, ശാരീരിക ക്ലേശം പ്രയാസമുള്ളവർ ദയവായി നിങ്ങളുടെ ഏർപ്പെടുത്തിയിരുന്നാൽ മതിയാകും. ആരോഗ്യത്തോടെ കരങ്ങൾ അടിച്ചു പാടാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് പാടി അല്പസമയം ദൈവത്തിനെ മഹത്വം കരേറ്റാം.